കോഴിക്കോട് മേപ്പയ്യൂരിൽ പട്ടാളക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചതായി പരാതി. മദ്രാസ് റെജിമെന്റിലെ അതുലാണ് പരാതി നൽകിയത്. കൈ കാണിച്ചിട്ടും ബൈക്ക് നിർത്താതെ പോയതിന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നാണ് ആരോപണം. 3 പേര് കൂടിയിട്ട് ഹാൻഡ് കപ്പ് ഇട്ടാണ് ഇവരെ അടിച്ചത്. എല്ലാവരും കൂടി നിന്ന് തന്നെ അടിച്ചു. അതിന് ശേഷം ഇവർ ഷോൾഡർ ഡൗൺ കാലിന് മുട്ടും കൊണ്ടു ഇവരെല്ലാം വയറെല്ലാം മുട്ടിയുണ്ടായാലും ഒരു SIയും അത് 3 പേരും കൂടിയിട്ടാണ് അടിച്ചത്. നേരത്തെ ചവിട്ടി പ്രകടനം ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ഹോസ്റ്റലിൽ പോകണമെന്ന് പറഞ്ഞ ശേഷം അവർ പറഞ്ഞു നീ ഹോസ്റ്റലിലൊന്നും പോകണ്ട, നീ അങ്ങനെ അവിടെ കിടന്നു പറഞ്ഞു. എന്നെ വിളിച്ച് തെറിയല്ലെന്ന് പറഞ്ഞാൽ ഇവരെപ്പോൾ എപ്പോൾ ഒന്നല്ല ഇവർക്ക് പട്ടാളക്കാരോട് എന്തൊക്കെ വെറുപ്പ് എന്നറിയില്ല. ഞാൻ എപ്പോൾ ലീവിന് വന്നു കഴിഞ്ഞാലും എനിക്ക് എപ്പോൾ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഇതാ പരിപാടി. AK അഭിലാഷ് ഉണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, പോലീസ് എന്താണ് പറയുന്നത്? ശരിക്കും ഈ ബൈക്കിൽ കൈ കാണിച്ച് നിർത്താത്തത് കൊണ്ടാണോ ഈ പട്ടാളക്കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്? ബിന്നിനെ ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം. പതിവ് പരിശോധനയ്ക്കിടെയാണ് ഈ അതുൽ വാഹനം നിർത്താതെ പോയത്. ഇതിനുശേഷം ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും പിഴ ഒടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് അതുൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതുൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പോലീസും അതോടൊപ്പം തന്നെ അതിനുമായി വാക്ക് തർക്കം ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം അതുലിന് മേലാസകലം പരിക്ക് പറ്റിയെന്നും അതുൽ ആരോപിക്കുന്നുണ്ട്. ഇതിനുശേഷം പേരാമ്പ്രയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അവധിയിൽ നാട്ടിലെത്തിയത്. ഇതിനുശേഷം സഹോദരിയുടെ ചികിത്സാർത്ഥം മരുന്ന് വാങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പോയതെന്നും പോലീസ് കൈകാര്യം താൻ കണ്ടിട്ടില്ലായിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ താൻ നേരത്തെയും അവധിയിൽ വരുന്ന സമയത്തൊക്കെ പോലീസ് സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഇടപെടാറുണ്ട്, നേരത്തെയും കേസെടുത്തിട്ടുണ്ടെന്നും അതിൽ ആരോപിക്കുന്നുണ്ട്. പോലീസും ഇക്കാര്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെയും ഇയാൾക്കെതിരെ 2-3 കേസുകൾ നിലവിലുണ്ട്. ഏതായാലും അതിൽ വളരെ മോശമായി പെരുമാറിയിരുന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നും പരാമർശമുണ്ട്. ഏതായാലും അതിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജാമ്യക്കാർ വന്നാൽ അദ്ദേഹത്തെ വിട്ടയക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.